1946 അദ്ദേഹം ഈ ഗാനത്തിന്റെ സംഗീതം രചിച്ചത്. ഈ ഗാനത്തിന്റെ കോറസ് ഇപ്രകാരം പറയുന്നു: സിംഗിങ് ടു ദ ലാം ഹു വാസ് വൺസ് സ്ലെയിൻ ഓൺ കാൽവരി. കാൽവരിയിൽ നമുക്ക് വേണ്ടി യാഗമായ കുഞ്ഞാടിന് വേണ്ടി നാം പാടുന്നു. വിശുദ്ധന്മാർ എല്ലാവരും മരിച്ചടക്കപ്പെട്ട് രൂപാന്തരം പ്രാപിക്കുമ്പോൾ നിത്യതയിൽ അവർ മുഴക്കുന്ന ഗാനമാണിത്. സാറാഫുകളും മറ്റു ദൂതന്മാരും മൂപ്പന്മാരും ഭൂമിയിലെ രാജാക്കന്മാരും അധിപതികളും തങ്ങളുടെ കിരീടങ്ങളും ചെങ്കോലും താഴ്ത്തി സമർപ്പിച്ച് കുഞ്ഞാടിനെ മഹത്വപ്പെടുത്തുന്നു. കോടി കോടി യുഗങ്ങൾ എന്നേൽക്കും വാഴുന്ന രാജാതിരാജാവിനെ ബഹുമാനിക്കുന്നതിലും വണങ്ങുന്നതിലും അധികം ആനന്ദവും പ്രത്യാശയും ഈ ഗാനത്തിൽ ജൂലിയറ്റ് പ്രകടിപ്പിക്കുന്നു. വെളിപാട് പുസ്തകം 5-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ യോഹന്നാൻ സുവിശേഷകൻ ഇപ്രകാരം പറയുന്നു: സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ. Blessing, honor, glory and power be unto the Lamb forever and ever. Amen. They sing a new song എന്ന ഗാനം നമുക്ക് ചേർന്ന് കേൾക്കാം. Every grief and fear and പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാവോ? ഹല്ലേലൂയ. ആമേൻ. അടുത്തതായി നാം ശ്രവിക്കാൻ പോകുന്നത് കർത്താവിൽ അനുഗ്രഹീതയായ എലൈസ എഡ്മുണ്ട് ഹെവൈറ്റ് 1898 രചിച്ച് ദൈവത്തിന്റെ ശ്രേഷ്ഠദാസൻ VE വൈറ്റ് സംഗീതം നൽകിയ ഫിയർ നോട്ട് ആം വിത്ത് thee എന്ന ഇംഗ്ലീഷ് പാട്ടിന്റെ മലയാളം വിവർത്തനമായ പേടി വേണ്ട ലേശം എന്നാരംഭിക്കുന്ന ഒരു മനോഹരമായ ഗാനമാണ്. നാം കൂരിരുൾ താഴ്വരയിലായാലും ആപത്തനർത്ഥങ്ങളുടെ മധ്യ ആയാലും ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും എന്ന വാഗ്ദത്ത പ്രകാരം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ ഷാരോണിലെ പനിനീർ പുഷ്പമായ യേശുനാഥൻ നമ്മെ കരം പിടിച്ച് നമ്മുടെ മാറോട് ചേർത്ത് നടത്തുകയും ചെയ്യും എന്ന് നമുക്ക് ഉറപ്പ് ഉണ്ട്. സോ ആ ഒരു പ്രത്യാശയോട് കൂടിയ വാഗ്ദത്തമാണ് നമുക്ക് ഈ ഗാനത്തിലൂടെ ലഭിക്കുന്നത്. ഈ ഗാനത്തിന്റെ ഓരോ വരികളും നമ്മുടെ ഹൃദയത്തിന്റെ സാന്ത്വനവും സന്തോഷവും തരുന്നതാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഏവർക്കും ഈ ഗാനം ശ്രവിക്കാം.
നൺ ബട്ട് ക്രൈസ്റ്റ് കെൻ സാറ്റിസ്ഫൈ എന്ന ഗാനം എഴുതിയത് ഫ്രാൻസിസ് എമ്മ ബെവൻ ആണ്. സംഗീതം ചെയ്തത് ജെയിംസ് മഗ്രനാഹാം ആണ്. ബെവൻ എമ്മ ഫ്രാൻസിസ് നീ ഷട്ടിൽവർത്ത്, ഓക്സ്ഫോർഡിലെ ന്യൂ കോളിലെ വാർഡൻ റെവറൻ ഫിലിപ്പ് നിക്കോളാസ് ഷട്ടിൽവർത്ത് മകളാണ്. 1827 സെപ്റ്റംബർ 25 ജനിച്ചത്. ലോംബാർഡ് സ്ട്രീറ്റ് ബാങ്കിംഗ് സ്ഥാപനത്തിൻ്റെ എമ്മ ബെവൻ 1858 ജർമ്മൻ ഭാഷയിൽ സോങ്സ് ഓഫ് എറ്റേണൽ ലൈഫ് എന്ന പേരിൽ ഒരു വിവർത്തന പരമ്പര പ്രസിദ്ധീകരിച്ചു. ജെയിംസ് മഗ്രനാഹാൻ അമേരിക്കയിലെ വെസ്റ്റ് ഫാലോഫീൽഡിൽ ഒരു കർഷകന്റെ മകനായി ജനിച്ചു. കുട്ടിക്കാലം മുതൽ കൗമാരക്കാലം വരെ തൻ്റെ പിതാവിനോടൊപ്പം കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്നു. സംഗീതത്തോടുള്ള അമിതമായ പ്രേമം മൂലം തൻ്റെ പിതാവ് സംഗീത സ്കൂളിൽ പഠിക്കാൻ അയച്ചു. അവിടെ ബേസ് വയലിൻ വായിക്കാൻ പഠിച്ചു. അദ്ദേഹത്തിൻ്റെ 19ാമത്തെ വയസ്സിൽ ആദ്യത്തെ സംഗീത ക്ലാസ് ആരംഭിക്കുകയും തുടർന്ന് അദ്ദേഹം സംസ്ഥാനത്തിലെ തന്നെ പ്രസിദ്ധനായ സംഗീത അധ്യാപകനായി തീരുകയും ചെയ്തു. 1883 ഈ ഗാനം സംഗീതം ചെയ്തത്. വിശ്രമത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ നെടുവീർപ്പിട്ടു, നിനക്കല്ല അവർക്ക് വേണ്ടിയാണ് ഞാൻ കൊതിച്ചത്. വിശ്രമവും സന്തോഷവും നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്, നമ്മുടെ വീടുകളിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ബന്ധങ്ങളിൽ ഒക്കെ. യഥാർത്ഥത്തിൽ വിശ്രമവും സന്തോഷവും നല്ല കാര്യങ്ങളാണ്, ഇവ ആവശ്യമുള്ള കാര്യങ്ങളുമാണ്. എന്നാൽ നമ്മുടെ ശ്രദ്ധ ക്രിസ്തുവിൽ ആയിരിക്കുമ്പോൾ അവൻ എല്ലാറ്റിനും മീതെ വാഴുന്നവനാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ഏത് തടസ്സങ്ങളും സന്തോഷത്തോടെ സ്വീകരിക്കാൻ നമുക്ക് കഴിയും. ക്രിസ്തുവിൽ നമ്മുടെ സംതൃപ്തി കണ്ടെത്തുന്നതിനെക്കുറിച്ച് ബോധം വരുത്തുന്ന ഒരു കാതലായ ഭാഗം അപ്പോസ്തലനായ പൗലൂസ് ഫിലിപ്പിയ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമ്മെ അറിയിക്കുന്നു. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കും. ഈ പാട്ട് എല്ലാവർക്കും അനുഗ്രഹമായി തീരുമാറാകട്ടെ. ആമേൻ. Christ
ക്രിസ്തീയ ഗോളത്തിൽ എല്ലാവർക്കും സുപരിചിതമായ ഒരു ഗാനമാണ് കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ എന്നത്. ഈ ഗാനം എഴുതിയത് ജെയിംസ് മിൽട്ടൺ ബ്ലാക്ക് എന്ന അമേരിക്കക്കാരനായ യുവ സുവിശേഷകനാണ്. 1856 ന്യൂയോർക്കിലെ സൗത്ത് ഹിൽ എന്ന സ്ഥലത്താണ് ഇദ്ദേഹം ജനിച്ചത്. ചെറുപ്പത്തിലെ അദ്ദേഹത്തിന് സംഗീതത്തിലും പിയാനോ വായനയിലും പ്രാവീണ്യമുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം പെൻസിൽവാനിയയിലെ വില്യം സ്പോട്ടിൽ സുവിശേഷ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നു. സംഗീതം പഠിപ്പിക്കുകയും അതേസമയം യൂത്ത് ലീഡറായും സൺഡേ സ്കൂൾ അധ്യാപകനായും പ്രവർത്തിച്ചു വന്നു. ബ്ലാക്കിന്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമാണ് ഈ ഗാനം എഴുതുവാൻ പ്രേരിപ്പിച്ചത്. ഒരു ദിവസം ജെയിംസ് ബ്ലാക്ക് ഒരു ഇടവഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ 14 വയസ്സു പ്രായം വരുന്ന ഒരു പെൺകുട്ടിയെ കണ്ടു. കീറിയ വസ്ത്രം ധരിച്ച് ആഹാരം കഴിക്കാതെ ക്ഷീണിച്ച് തകർന്നു വീഴാറായ ഒരു വീടിന്റെ വാതിൽക്കൽ ഇരിക്കുന്ന കുട്ടിയെ ജെയിംസ് ബ്ലാക്ക് സ്നേഹത്തോടെ താൻ നടത്തിവരുന്ന വേദപഠന ക്ലാസ്സിലേക്ക് വിളിക്കുകയും വചനം പഠിപ്പിക്കുകയും ചെയ്തു. ജെയിംസ് ബ്ലാക്കിന്റെ ക്ഷണപ്രകാരം എല്ലാ ഞായറാഴ്ചയും ക്ലാസ്സിലേക്ക് ആ പെൺകുട്ടി കടന്നു വരികയും ക്രിസ്തുവിനെ കണ്ടുമുട്ടുകയും ചെയ്തു. അനേക നാളുകൾക്ക് ശേഷം അവൾ ഒരു ദിവസം ക്ലാസ്സിൽ ഹാജരായില്ല. കുട്ടികളുടെ പേരുകൾ വിളിക്കുന്നതിനിടയിൽ ഈ പെൺകുട്ടിയുടെ പേർ വിളിച്ചപ്പോൾ നിശബ്ദതയായിരുന്നു മറുപടി. അവളുടെ അസാന്നിധ്യം ജെയിംസ് ബ്ലാക്കിനെ വളരെയധികം ചിന്തിപ്പിച്ചു. കർത്താവ് പേർ വിളിക്കുമ്പോൾ ആ പുസ്തകത്തിൽ പേരില്ലാതെ വന്നാലോ എന്ന് അദ്ദേഹം ചിന്തിച്ചു. ആ വാക്കുകൾ തന്നോട് തന്നെ ആരോ ചോദിക്കുന്നതായി തോന്നി. താൻ വീണ്ടും ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ ന്യൂമോണിയ ബാധിച്ച് അവശനിലയിലായിരുന്നു. അല്പനാളുകൾക്ക് ശേഷം ആ പെൺകുട്ടി മരണപ്പെടുകയും ചെയ്തു. ജീവപുസ്തകത്തിലെ പേർ വിളിയുമായി ബന്ധപ്പെട്ട പാട്ടുകൾ എഴുതപ്പെട്ടിട്ടുണ്ടോ എന്ന് ജെയിംസ് ബ്ലാക്ക് തിരയുവാൻ ആരംഭിച്ചു. എന്നാൽ ഒന്നുപോലും ലഭിച്ചില്ല. എന്നാൽ എന്തുകൊണ്ട് തനിക്ക് എഴുതിക്കൂടാ എന്ന് അദ്ദേഹം ചിന്തിച്ചു. അങ്ങനെയാണ് വെൻ ദ ട്രംപറ്റ് ഓഫ് ദ ലോർഡ് ഷാൽ സൗണ്ട് എന്ന ഗാനം പുറത്തു വന്നത്. പിന്നീട് ആ ഗാനം 14 പരം ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ടു. ജീവപുസ്തകത്തിലെ പേർ വിളിക്കുമ്പോൾ നാം എല്ലാവരും കാണും എന്ന പ്രത്യാശയോടെ വി നേഗൽ എന്ന ജർമ്മൻ മിഷണറി എഴുതിയ ഈ ഗാനത്തിന്റെ മലയാള വിവർത്തനമായ കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ എന്ന ഗാനം ശ്രവിക്കാം. നിത്യമാം പ്രഭാത ശോഭിതത്തിനാ
ജീവരക്തത്തിൽ ചാലിച്ചെഴുതിയ വരികൾക്ക് അതീവ ശക്തിയുണ്ട്. അത്തരത്തിലൊരു ഹൃദയസ്പർശിയായ ഗാനമാണ് നാം ഇനി കേൾക്കാൻ പോകുന്നത്. 19-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിലെ ചിക്കാഗോയിൽ പാർത്തിരുന്ന ഒരു ദൈവഭക്തനായ മനുഷ്യനായിരുന്നു ഹൊറാഷ്യോ സ്പാഫോർഡ്. പ്രശസ്തനായ വക്കീലും ഒപ്പം കവിയുമായിരുന്നു അദ്ദേഹം. കുലീനയായ തൻ്റെ ഭാര്യ അന്ന സ്പാഫോർഡും 5 കുഞ്ഞു ഓമനകളും അടങ്ങുന്ന സന്തുഷ്ട കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ശാന്തമായി ഒഴുകുന്ന പുഴയിലൂടെ മെല്ലെ നീങ്ങുന്ന ഒരു കളിവഞ്ചി പോലുള്ള ജീവിതം. എന്നാൽ അപ്രതീക്ഷിതമായി പെട്ടെന്ന് തൻ്റെ ഏക മകൻ മഞ്ഞപ്പിത്തം ബാധിച്ച് മരണമടഞ്ഞു. ഈ സംഭവത്തോടു കൂടിയാണ് തൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ താണ്ഡവമാടാൻ തുടങ്ങിയത്. വ്യസനത്തിൽ നിന്നും കരകയറാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഈ കുടുംബത്തെ കാത്തിരുന്നത് മറ്റൊരു മഹാദുരന്തമായിരുന്നു. ലണ്ടനിലേക്കുള്ള യാത്രക്കിടയിൽ കപ്പൽ ഛേദത്തിൽപ്പെട്ട് തങ്ങളുടെ 4 പെൺകുഞ്ഞുങ്ങളെയും അവർക്ക് നഷ്ടമായി. 5 കുഞ്ഞുങ്ങളെയും ഒന്നടക്കം നഷ്ടപ്പെട്ടതിൻ്റെ വേദന താങ്ങാനാകാതെ ഹൃദയം പിഞ്ചി ചീന്തപ്പെട്ട ആ മാതാവിൻ്റെ അരികിൽ എന്ത് ചെയ്യുമെന്നറിയാതെ ഉള്ളിൽ തീഗോളം ചുമന്നു നിന്ന സ്പാഫോർഡ് എന്ന ആ പിതാവ്. എന്നാൽ അപ്പോഴാണ് പെട്ടെന്ന് ദൈവത്തിൻ്റെ അദൃശ്യമായ കരം സ്പാഫോർഡിനെ സ്പർശിച്ചത്. ഫിലിപ്പിയർ 4:6 വ്യക്തമാക്കിയിരിക്കുന്നത് പോലെ സകല ബുദ്ധിയെയും കവിയുന്ന ഒരു ദിവ്യ സമാധാനം പെട്ടെന്ന് അദ്ദേഹത്തെ പൊതിയുന്നതായി സ്പാഫോർഡിന് തോന്നി. ദൈവത്തിൻ്റെ ആശ്വസിപ്പിക്കുന്ന കൈയുടെ മൃദുസ്പർശനം തനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. പ്രതിസന്ധികൾക്കിടയിലും സാന്ത്വനമേകുന്ന ദൈവത്തിൻ്റെ കൈകളിൽ അദ്ദേഹം മുറുകെ പിടിച്ചു. മനസ്സിൽ നിറഞ്ഞു നിന്ന ആ സമാധാനത്തിൻ്റെ പദങ്ങൾ കൊണ്ട് അദ്ദേഹം ഒരു ഗാനത്തിൻ്റെ വരികൾ രചിച്ചു. ഒടുവിൽ ഈ വരികൾക്ക് മനോഹരമായ സംഗീതം നൽകിയത് പെൻസിൽവാനിയ എന്ന അമേരിക്കൻ സംസ്ഥാനത്തിൽ ജനിച്ച് വളർന്ന് ദൈവകൃപയിൽ അതിപ്രശസ്തനായ ഫിലിപ്പ് പോൾ ബ്ലിസ് എന്ന ദേവദാസനാണ്. ലോക പ്രശസ്തനായ സുവിശേഷകൻ D.L. മോഡിയുടെ ഉറ്റ സുഹൃത്തും അമേരിക്കൻ സുവിശേഷ ഗായകനും രചയിതാവും ബാസ് ബാരിറ്റൺ ഗായകനുമായിരുന്നു ബ്ലിസ്. ചെറുപ്പം മുതൽ സംഗീതത്തോടുള്ള അഭിനിവേശം കൊണ്ട് പാട്ടും സംഗീതവും രചിച്ചു തുടങ്ങിയ ഫിലിപ്പ് ബ്ലിസ് ഒടുവിൽ കർത്താവിന് വേണ്ടി മിഷണറി ഗായകനായി മാറി. അങ്ങനെ 1873 ഹൊറാഷ്യോ സ്പാഫോർഡ് വരികൾ രചിച്ച് 1876 ഫിലിപ്പ് ബ്ലിസ് സംഗീതം രചിച്ച മനോഹരമായ ഗാനമാണ് ഇറ്റ് ഈസ് വെൽ വിത്ത് മൈ സോൾ. ഈ ഗാനത്തിൻ്റെ മഹത്തായ സന്ദേശം ഇതാണ്: ക്രിസ്തീയ ജീവിതത്തിൽ എപ്പോഴും ആർപ്പിൻ്റെ അനുഭവങ്ങൾ മാത്രമല്ല, പ്രതിസന്ധികളും കൊടുങ്കാറ്റുകളും ഏറെ ഉണ്ടാകും. എന്നാലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ആശ്രയിച്ച് കഴിയുന്ന ഒരു മനുഷ്യനും നശിച്ചു പോകില്ല. സിംഹക്കുഴിയിലും തീയിലും വെള്ളത്തിലും നമ്മോടുകൂടെ ഇറങ്ങി നിൽക്കുന്ന ഈ ദൈവത്തിൻ്റെ കരുതുന്ന സ്നേഹത്തിനും ശാന്തിക്കും സമാധാനത്തിനും പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യത്തിൽ യേശു കർത്താവ് ഇപ്രകാരം അരുളി ചെയ്തു: സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ദൈവിക സമാധാനവും ശാന്തിയും നിറഞ്ഞു നിൽക്കുന്ന വെൻ പീസ് ലൈക്ക് എ റിവർ എന്നാരംഭിക്കുന്ന ഈ ഗാനത്തിൻ്റെ നദീ തുല്യം ശാന്തി എന്ന മലയാള വിവർത്തനമാണ് നാം ചേർന്ന് കേൾക്കാൻ പോകുന്നത്. Amen.
പ്രൈസ് ലോർഡ്. ഇതുവരെയും ഞങ്ങളുടെ ഗാനങ്ങൾ പ്രാർത്ഥനയോടെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഏവർക്കും ദൈവനാമത്തിൽ ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. അടുത്തതായി നാം കേൾക്കാൻ പോകുന്ന അവസാനത്തെ ഗാനം എഴുതിയത് ന്യൂയോർക്കിലെ ഒരു പ്രശസ്ത സംഗീത സംവിധായികയും മിഷൻ വർക്കറും ആയിരുന്ന ഫാനി ക്രോസ്ബിയ എഴുതിയ, അതുപോലെ അത് സംഗീതം ചെയ്തത് അലൻ സാംഗെ എന്നൊരു ദൈവഭക്തനാണ്. അതിൻ്റെ സ്റ്റാർട്ടിങ് ഇങ്ങനെയാ: ക്രിസ്ത്യൻസ് വേക്ക് നോ ലോങ്ങർ സ്ലീപ്പ് എന്ന ഒരു ഇംഗ്ലീഷ് ഗാനമാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഗാനത്തിൻ്റെ ഓരോ വരികളും ക്രിസ്ത്യൻസ് എന്ന നിലയിൽ നമ്മുടേതായ ഒരു റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഉറക്കം നിർത്തി വിശ്രമം മതിയാക്കി കർത്താവ് നമ്മോട് കൽപ്പിച്ച കൽപ്പനകൾ നിവർത്തിക്കുവാനായി പാപാന്തകാരത്തിൽപ്പെട്ടവരെ കർത്താവിങ്കിലേക്ക് ആനയിച്ച് നമ്മുടെ പ്രവൃത്തികളിലൂടെ ദൈവസ്നേഹം വെളിപ്പെടുത്തി ക്രൂശ് വഹിച്ചുകൊണ്ട് സമയം തക്കത്തിൽ ഉപയോഗിച്ച് ജീവകിരീടം പ്രാപിക്കുവാനായി നമുക്കൊരുങ്ങാം എന്ന ആഹ്വാനമാണ് ഈ ഗാനത്തിലൂടെ നാം കേൾക്കാൻ പോകുന്നത്. മത്തായി 9:37 ഇങ്ങനെ പറയുന്നു: കൊയ്ത്ത് വളരെ ഉണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. അപ്പോൾ ദൈവത്തിന് ഇന്നാളുകളിൽ ആവശ്യമായിരിക്കുന്ന ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന ഓരോരുത്തരെയുമാ. അപ്പോൾ അതിനായിട്ട് നമ്മുടെ മനസ്സുകളെയും ഹൃദയങ്ങളെയും എല്ലാം ഒരുക്കാം. ദൈവത്തിന് വേണ്ടി വേല ചെയ്യുവാൻ ഇന്നാളുകളിൽ ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ, അതിനായിട്ട് ഒരുക്കുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പോകാം. Shall we sing before the
be shown. Go and work, this our begin. Go and sing, the lost to win, from the dark, from hearts of sin, to the feast, oh, bring them in. There's a cross that we must bear, if the crown we hope to wear. Onward then, with being anew, time is short, the days are few. Go and work, this our begin. Go and sing, the lost to win, from the dark, from hearts of sin, to the feast, oh, bring them in. Hallelujah. Amen.